എന്തുകൊണ്ടാ ഇത് ആലോചിക്കുന്നത്? ഞാൻ ഓണമൊമ്പന്റെ കാര്യം ആലോചിക്കുവായിരുന്നടാ. കഴിഞ്ഞ പ്രാവശ്യം കരുനാപ്പള്ളിക്കാരനല്ലേ അടിച്ചത്? ഇത് പൂജബമ്പർ അടിച്ചത്. കരുനാഗപ്പള്ളി കൊല്ലം പല സ്ഥലങ്ങളും അടിക്കുന്നുണ്ട്. ഇത്തവണ നീ ബമ്പർ എടുത്തോ? ഞാൻ എടുത്തില്ല. എടുക്കണം. എടുക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. നമ്മുടെ കൊല്ലം കേന്ദ്രമായിട്ടുള്ള ജയമാൻ ലോട്ടീസ് ഉണ്ട്, അവിടെയാണ് പൂജബമ്പർ കഴിഞ്ഞ അടിച്ചത്. ബാക്കി ഒട്ടേറെ സമ്മാനം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കരുനാഗപ്പള്ളിക്കാരന്റെ പൂജബമ്പർ അടിച്ചു. നമുക്ക് കരുനാഗപ്പള്ളിയിൽ തന്നെ ഓണബമ്പർ എടുക്കാം. എങ്ങനെയുണ്ട് പമ്പന്റെ കച്ചവടം? വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. പിന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ തുടങ്ങി. ഓണത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഓണം ബമ്പറും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കച്ചവടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമറെല്ലാം വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. നമ്മളെ രണ്ട് കാര്യമാണ്. അതായത് ആദ്യത്തെ ഓണം ബമ്പർ അടിച്ചത് ജയകുമാർ നോട്ടീസിലാണ്. അതുപോലെ തന്നെ പൂജ ബമ്പർ, അതിന് മുമ്പത്തെ ഓണത്തിൻ്റെ പല സമ്മാനങ്ങളും ഓണം ബമ്പർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബമ്പർ വിറ്റിരിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് പറയാം. പിന്നെ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ നമ്മുടെ ഈ കൗണ്ടറുകളിലൊക്കെ അടുപ്പിച്ച് പ്രൈസ് അടിക്കുന്ന സാഹചര്യം ഉണ്ടായി, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. എന്തായാലും നല്ലൊരു ഭാഗ്യാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. കഴിഞ്ഞ വർഷത്തേക്കാളും ഏറ്റവും കൂടുതൽ ബമ്പർ ഈ പ്രാവശ്യം വിൽക്കും. ഈ പ്രാവശ്യം റെക്കോർഡ് വിൽപ്പന തന്നെ ആയിരിക്കും ഉള്ളത്. നമ്മൾ 1962 ഞങ്ങളുടെ അച്ഛൻ കെ ജനാർദ്ദൻ നായരാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ബമ്പർ സമ്മാനം ഉൾപ്പെടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈസുകൾ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഓരോ ടിക്കറ്റും നമ്മൾ വരുന്ന ഭാഗ്യാന്വേഷികൾക്ക് വിതരണം ചെയ്യുന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ജനങ്ങൾ? നല്ല സഹകരണമാണ് എല്ലാവരും. പൊതുവെ ബമ്പർ ഇപ്പോൾ എല്ലാവരും തേടി വരുന്നുണ്ട്. ഓണ സീസണില്ലേ, അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ വന്ന് എടുക്കുന്നുണ്ട്. ബമ്പർ പോകുന്നുണ്ട്, അത്യാവശ്യം പോകുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതായത് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ബമ്പർ, കണ്ണൂരിലെ ബമ്പർ ഏകദേശം തീർന്ന് അടുത്ത് പറഞ്ഞായിരിക്കും അല്ലേ? പാലക്കാടെയും പകുതിയോളം തീർന്നു. കാരണം പാലക്കാട് അതിർത്തി ജില്ലകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇത്തവണ പാലക്കാട് നിന്ന് ടിക്കറ്റ് എടുക്കാം. എന്നാൽ അടിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഒരാൾക്ക് അടിച്ചിരിക്കും. അത് തന്നെയാണ് ആയിരിക്കണമെന്നാണ്. അത് കണ്ണൻ നായർക്ക് തന്നെ അടിക്കണമെന്നുള്ളതാണ്. ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.